WXGlide പൈത്തൺ പ്രോഗ്രാമുകൾ എളുപ്പത്തിൽ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണിത്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പൈത്തണിനു പുറമെ C++, ലിസ്പ്, XRC, പേൾ എന്നീ പ്രോഗ്രാമിംഗ് ഭാഷകളുടെ കോഡുകളും നിർമ്മിക്കാം. IT@SCHOOL സ്കൂൾ ലിനക്സിൽ WXGlide തുറക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. ഇതിനായി പാനലിലെ ആപ്ലിക്കേഷൻസ് മെനുവിൽ നിന്നും പ്രോഗ്രാമിംഗ് WXGlide എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. WXGlide പ്രധാന ജാലകത്തോടൊപ്പം WXGlide ട്രീ ജാലകവും പ്രോപ്പർട്ടീസ് ജാലകവും തുറന്നുവരും. WXGlide ഉപയോഗിച്ച് ഒരു പുതിയ ഫ്രെയിം നിർമ്മിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. ഇതിനായി WXGlide പ്രധാന ജാലകത്തിലെ ആഡ് എ ഫ്രെയിം എന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ തുറന്നുവരുന്ന സെലക്ട് ഫ്രെയിം ക്ലാസ് എന്ന ഡയലോഗ് ബോക്സിലെ WX ഫ്രെയിം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് OK ബട്ടൺ അമർത്തുക. അപ്പോൾ സ്ക്രീനിൽ ഡിസൈൻ ഫ്രെയിം ജാലകം പ്രത്യക്ഷപ്പെടും. WXGlide ട്രീ ജാലകത്തിലും പ്രോപ്പർട്ടീസ് ജാലകത്തിലുമുണ്ടായ മാറ്റം നിരീക്ഷിക്കുക. രണ്ട് ജാലകങ്ങളിലും ഫ്രെയിമിൻ്റെ പേര് ദൃശ്യമാകും. ഫ്രെയിമിൽ ലേബലുകളും ടെക്സ്റ്റ് ബോക്സുകളും ബട്ടണുകളും ഉൾപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നൽകിയിരിക്കുന്ന ഉദാഹരണം ശ്രദ്ധിക്കൂ. ഉദാഹരണത്തിൽ 2 ലേബലുകളും 2 ടെക്സ്റ്റ് ബോക്സുകളും 2 ബട്ടണുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. 3 റോകളിലും 2 കോളങ്ങളിലുമായാണ് ഇവ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിലേതുപോലെയുള്ള ഫ്രെയിം നിർമ്മിക്കുന്നതിന് ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ 3 റോകളും 2 കോളങ്ങളും ആദ്യം നിർമ്മിക്കേണ്ടതുണ്ട്. ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ റോകളും കോളങ്ങളും നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി WXGlide ട്രീ ജാലകത്തിലെ ഫ്രെയിമിൻ്റെ പേരിനു താഴെയുള്ള സൈസർ എന്ന ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. സൈസറിൻ്റെ പ്രോപ്പർട്ടീസിൽ ഒരു മാറ്റം വരുത്തിയാൽ റോകളും കോളങ്ങളും എളുപ്പത്തിൽ നിർമ്മിക്കാം. ഇതിനായി ആദ്യം സൈസറിൽ ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് ജാലകത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടാകും. പ്രോപ്പർട്ടീസ് ജാലകത്തിലെ ക്ലാസ് എന്ന ഓപ്ഷന് വലതുവശത്തുള്ള ബട്ടണിൽ അമർത്തുക. സെലക്ട് സൈസർ ടൈപ്പ് ജാലകം പ്രത്യക്ഷപ്പെടും. ഈ ജാലകത്തിൽ നിന്നും WX ഫ്ലക്സ് ഗ്രിഡ് സൈസർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് OK ബട്ടൺ അമർത്തുക. ഡിസൈൻ ഫ്രെയിം ജാലകത്തിലെ മാറ്റം നിരീക്ഷിക്കുക. ഇനി WXGlide ട്രീ ജാലകത്തിലെ സൈസർ ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആവശ്യമായ അത്രയും റോകളും കോളങ്ങളും കൂട്ടിച്ചേർക്കാം. ഒരു പുതിയ റോ നിർമ്മിക്കുന്നതിന് സൈസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് റോ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതേ രീതിയിൽ ആവശ്യമായ അത്രയും റോകൾ നിർമ്മിക്കാം. പുതിയ കോളം നിർമ്മിക്കുന്നതിന് സൈസറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് കോളം എന്ന ഓപ്ഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിൽ കാണിച്ച അത്രയും റോകളും കോളങ്ങളും ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇനി ഉദാഹരണത്തിലേതുപോലെ ലേബലുകളും ടെക്സ്റ്റ് ബോക്സുകളും ബട്ടണുകളും പുതിയ ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പുതിയ ലേബൽ ചേർക്കുന്നതിന് WXGlide പ്രധാന ജാലകത്തിലെ ആഡ് എ സ്റ്റാറ്റിക് ടെക്സ്റ്റ് എന്ന ബട്ടണാണ് സെലക്ട് ചെയ്യേണ്ടത്. ബട്ടൺ അമർത്തിയ ശേഷം ഡിസൈൻ ഫ്രെയിം ജാലകത്തിലെ ലേബൽ വരേണ്ട കളത്തിൽ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ലേബൽ ഉൾപ്പെടുത്തിയപ്പോൾ WXGlide ട്രീ ജാലകത്തിലും പ്രോപ്പർട്ടീസ് ജാലകത്തിലുമുണ്ടായ മാറ്റം ശ്രദ്ധിക്കുക. ഡിസൈൻ ഫ്രെയിം ജാലകത്തിലെ ലേബൽ 1 എന്നത് ഉദാഹരണത്തിലേതുപോലെ
നമ്പർ 1 എന്നാക്കുന്നതിന് പ്രോപ്പർട്ടീസ് ജാലകത്തിലെ വിഡ്ജറ്റ് ടാബ് സെലക്ട് ചെയ്ത് ലേബൽ 1 എന്നത് നമ്പർ 1 എന്നാക്കി മാറ്റുക. ഇതേ ക്രമത്തിൽ രണ്ടാമത്തെ ലേബലും ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ ഉൾപ്പെടുത്തുക. ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ ടെക്സ്റ്റ് ബോക്സുകളാണ് ഉൾപ്പെടുത്തേണ്ടതെങ്കിൽ പ്രധാന ജാലകത്തിൽ നിന്നും ആഡ് എ ടെക്സ്റ്റ് കൺട്രോൾ എന്ന ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഈ ബട്ടൺ ഉപയോഗിച്ച് ഉദാഹരണത്തിലേതുപോലെ 2 ടെക്സ്റ്റ് ബോക്സുകളും ഉൾപ്പെടുത്താം. ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ കമാൻഡ് ബട്ടണുകൾ ഉൾപ്പെടുത്തുന്നതിന് ആഡ് എ ബട്ടൺ എന്ന ടൂളാണ് ഉപയോഗിക്കേണ്ടത്. പ്രധാന ജാലകത്തിലെ ആഡ് എ ബട്ടൺ ടൂൾ സെലക്ട് ചെയ്ത് ബട്ടൺ വരേണ്ട ഡിസൈൻ ഫ്രെയിം ജാലകത്തിലെ കളത്തിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ ബട്ടൺ ചേർത്തു കഴിഞ്ഞാൽ ബട്ടൺ 1 എന്ന പേരാണ് ലഭ്യമായിട്ടുണ്ടാകുക. ബട്ടൺ 1 എന്നത് ഉദാഹരണത്തിലേതുപോലെ ആഡ് എന്നാക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. ഇതിനായി പ്രോപ്പർട്ടീസ് ജാലകത്തിലെ വിഡ്ജറ്റ് ടാബിലെ ലേബൽ എന്ന ഭാഗത്തുള്ള ബട്ടൺ 1 എന്നത് ആഡ് എന്നാക്കി മാറ്റേണ്ടതുണ്ട്. അതിനുശേഷം ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡിസൈൻ ഫ്രെയിം ജാലകത്തിലും ആഡ് എന്നായി മാറിയിട്ടുണ്ടാകും. ഈ ഫ്രെയിം പ്രവർത്തിക്കുമ്പോൾ ആഡ് എന്ന ബട്ടണിൽ അമർത്തുന്ന സമയത്ത് ടെക്സ്റ്റ് ബോക്സുകളിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുകയാണ് വേണ്ടതെങ്കിൽ അതിനുള്ള ഫംഗ്ഷൻ കൂടി ഇവിടെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി പ്രോപ്പർട്ടീസ് ജാലകത്തിലെ വിഡ്ജറ്റ് ടാബിന് വലതുവശത്തുള്ള ഇവന്റ്സ് എന്ന ടാബ് സെലക്ട് ചെയ്ത് ഹാൻഡ്ലർ എന്ന ഭാഗത്ത് സം എന്ന് ടൈപ്പ് ചെയ്തു ചേർക്കണം. സം എന്നതിനു പകരം നമുക്കിഷ്ടമുള്ള ഏതു പേര് വേണമെങ്കിലും ചേർക്കാം. ഇത്രയും ചെയ്ത ശേഷം രണ്ടാമത്തെ ബട്ടണും ഉൾപ്പെടുത്താം. ഉദാഹരണത്തിലെ വലതുവശത്തുള്ള ബട്ടണിൽ ലേബലുകൾ ഒന്നും തന്നെയില്ല. ഉദാഹരണത്തിലേതുപോലെ ലേബൽ ഒഴിവാക്കുന്നതിന് ഈ ബട്ടൺ സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസിലെ വിഡ്ജറ്റ് ടാബിലെ ലേബൽ എന്നുള്ള ഭാഗത്തെ ബട്ടൺ 2 എന്നത് ഒഴിവാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിലേതുപോലെയുള്ള ഒരു ഫ്രെയിം ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ ലഭ്യമായി. ഇനി ഈ ഫ്രെയിം ലഭ്യമാകുന്നതിനുള്ള പൈത്തൺ കോഡ് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായി WXGlide ട്രീ ജാലകത്തിലെ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് ജാലകത്തിലെ മാറ്റം നിരീക്ഷിക്കുക. ലാംഗ്വേജ് എന്ന ഭാഗത്ത് പൈത്തൺ എന്നാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം ഔട്ട്പുട്ട് പാത്ത് എന്ന ഓപ്ഷന് വലതുവശത്തുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പൈത്തൺ കോഡ് ശേഖരിക്കേണ്ട ഫയലിന് പേരു നൽകി ആവശ്യമായ സ്ഥലത്ത് സേവ് ചെയ്യുക. ഫയലിന് പേര് നൽകുമ്പോൾ .py എന്ന എക്സ്റ്റൻഷൻ നൽകാൻ മറക്കരുത്. ഇവിടെ add.py എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇനി ജനറേറ്റ് കോഡ് എന്ന ബട്ടണിൽ അമർത്തുമ്പോൾ
ഡിസൈൻ ഫ്രെയിം ജാലകത്തിൽ തയ്യാറാക്കിയ ഫ്രെയിം പ്രവർത്തിക്കുന്നതിനാവശ്യമായ പൈത്തൺ കോഡുകൾ add.py എന്ന ഫയലിലേക്ക് ശേഖരിക്കപ്പെടും. ഇങ്ങനെ തയ്യാറാക്കുന്ന പൈത്തൺ ഫയൽ ടെർമിനൽ ഉപയോഗിച്ചും ഐഡിൽ ഉപയോഗിച്ചും പ്രവർത്തിപ്പിക്കാം. ടെർമിനലിൽ പ്രവർത്തിപ്പിക്കുന്നതിന് ഫയലിൻ്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ദൃശ്യമാകുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും റൺ ഇൻ ടെർമിനൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫയൽ പ്രവർത്തിപ്പിക്കുക. ഫ്രെയിമിലെ ടെക്സ്റ്റ് ബോക്സുകൾ വരുന്ന ഭാഗത്ത് നമുക്ക് സംഖ്യകൾ ചേർക്കാൻ കഴിയും. എന്നാൽ ആഡ് ബട്ടൺ അമർത്തുമ്പോൾ ഉത്തരം തെളിഞ്ഞു വരികയില്ല. അതിനു പകരം ടെർമിനലിൽ മുകളിലായി ഇവന്റ് ഹാൻഡ്ലർ സം നോട്ട് ഇംപ്ലിമെന്റഡ് എന്ന ഒരു മെസ്സേജ് ദൃശ്യമാകും. WXGlide ഉപയോഗിച്ച് ഫ്രെയിം നിർമ്മിച്ച സന്ദർഭത്തിൽ ആഡ് എന്ന ബട്ടൺ അമർത്തുമ്പോൾ പ്രവർത്തിക്കേണ്ട ഫംഗ്ഷന്റെ പേര് മാത്രമേ ഇവന്റ് ഹാൻഡ്ലർ എന്ന ഭാഗത്ത് നൽകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ സം നോട്ട് ഇംപ്ലിമെന്റഡ് എന്ന സന്ദേശം വന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഫയൽ തുറന്ന് സം എന്ന ഫംഗ്ഷനു നേരെ ആവശ്യമായ അത്രയും കോഡുകൾ നാം എഴുതി ചേർക്കേണ്ടതുണ്ട്. അതിനായി ആദ്യം ഫയൽ തുറന്ന് സം എന്ന ഫംഗ്ഷൻ വരുന്ന ഭാഗം കണ്ടെത്തുക. ഇവിടെ നിന്നും പ്രിന്റ് ഇവന്റ് ഹാൻഡ്ലർ സം നോട്ട് ഇംപ്ലിമെന്റഡ് എന്ന വരി ഒഴിവാക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബോക്സുകളിലെ വിലകൾ കൂട്ടി C എന്ന ചരത്തിൽ ശേഖരിക്കുന്നതിന് C സമം സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് അണ്ടർസ്കോർ CTRL അണ്ടർസ്കോർ 1 ഡോട്ട് വാല്യൂ പ്ലസ് സെൽഫ് ഡോട്ട് ടെക്സ്റ്റ് അണ്ടർസ്കോർ CTRL അണ്ടർസ്കോർ 2 ഡോട്ട് വാല്യൂ എന്ന് ടൈപ്പ് ചെയ്യുക. അടുത്ത വരിയിൽ സെൽഫ് ഡോട്ട് ബട്ടൺ അണ്ടർസ്കോർ 2 ഡോട്ട് സെറ്റ് ലേബൽ C എന്നും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തെ ബട്ടണിൽ ഉത്തരം തെളിയുന്നതിനാണ് ഈ നിർദ്ദേശം നൽകുന്നത്. ഇനി പ്രോഗ്രാം പ്രവർത്തിപ്പിച്ചു നോക്കൂ. എന്തു മാറ്റമാണ് കാണാൻ കഴിയുന്നത്? ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സുകളിൽ സംഖ്യകൾ ചേർക്കാൻ കഴിയുന്നതിനോടൊപ്പം ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉത്തരവും തെളിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഉത്തരം തെറ്റിയാണ് വന്നിരിക്കുന്നത്. 5 എന്നതിന് പകരം 23 എന്നാണ് ഉത്തരം വരേണ്ട ഭാഗത്ത് ദൃശ്യമായിട്ടുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് താഴെ പറയുന്ന മാറ്റങ്ങൾ കൂടി ഫയൽ തുറന്ന് വരുത്തേണ്ടതുണ്ട്. നാം കൂട്ടിച്ചേർത്ത ആദ്യത്തെ വരിയിൽ ഇന്റ് എന്ന ഫംഗ്ഷൻ 2 തവണ ചേർക്കേണ്ടതുണ്ട്. ടെക്സ്റ്റ് ബോക്സിലെ വിലകളെ ഇൻറ്റിജറാക്കി കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഇന്റ് എന്ന ഫംഗ്ഷൻ ഇവിടെ ചേർക്കുന്നത്. കൂട്ടിച്ചേർത്ത രണ്ടാമത്തെ വരിയിൽ str എന്ന ഫംഗ്ഷനും ചേർക്കേണ്ടതുണ്ട്. ലേബൽ ആയി സ്ട്രിംഗ് മാത്രമേ നൽകാൻ കഴിയൂ എന്നതുകൊണ്ടാണ് str എന്ന ഫംഗ്ഷൻ ഇവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇനി പ്രോഗ്രാം വീണ്ടും പ്രവർത്തിപ്പിച്ചു നോക്കൂ. ഇപ്പോൾ ശരിയായ രീതിയിൽ പ്രോഗ്രാം പ്രവർത്തിക്കുന്നുണ്ടാകും.